വളരെ പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുത്താലോ. അപ്പൊ ഈ വീഡിയോ ഇപ്പോൾ എന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇപ്പോൾ എന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ആരും വിട്ടുപോകരുത്. ഇതേ നോക്കിക്കോ, ഒരു ക്ലാസ്സിൽ 120 ബോയ്സ് ഉണ്ട്, അതുപോലെ ആ ക്ലാസ്സിൽ തന്നെ 160 ഗേൾസ് ഉണ്ട്. നമ്മൾ കണ്ടെത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിലുള്ള ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിനിടയിലുള്ള റേഷ്യോ അംശബന്ധമാണ്. എങ്ങനെ ഈ രണ്ടെണ്ണത്തിനിടയിലുള്ള റേഷ്യോ കാണാം? സിമ്പിൾ ആണ്. ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 120 ബോയ്സ് ഉണ്ട്. എത്ര ഗേൾസ് ഉണ്ട്? 160 ഗേൾസ് ഉണ്ട്. ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിനിടയിലുള്ള റേഷ്യോ എന്താണ്? നടുവിൽ 2 പുള്ളിക്ക് തുണി എടുത്താൽ മതി. ഇത് തന്നെയാണ് 120:160 ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടിയല്ലോ. പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടൂല. മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് റേഷ്യോ എപ്പോഴും ഏറ്റവും ചെറിയ രൂപത്തിലാക്കണം. 120:160 നമ്മൾ ചെറുതാക്കണം. എങ്ങനെ ചെറുതാക്കാം? ഇപ്പുറത്ത് 120 ആണ്, ഇവിടെ 160 ആണ്. 120നെയും 160നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ, ഒരേപോലെ റിമൈൻഡർ ഇല്ലാതെ, ശിഷ്ടമല്ലാതെ, പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 120നെയും 160നെയും ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? നോക്കിയൊക്കെ, രണ്ടിന്റെയും ഏറ്റവും ലാസ്റ്റ് 0 ഉണ്ട്. ഏറ്റവും പിറകിൽ 0 ഉള്ള എല്ലാ സംഖ്യയും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 120നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും, 160നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 120നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പുറത്തും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 160നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. അപ്പൊ അതെ 120:160 എന്നുള്ളത് ചെറുതായിട്ട് 12:16 എന്നുള്ള രൂപത്തിലായി. 12:16 ഇങ്ങനെ ഇതേ മാർക്ക് കിട്ടുമോ? ഇതിനെ വീണ്ടും ചെറുതാക്കാൻ കഴിയും. 12നെയും 16നെയും ഒരേപോലെ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യ ഉണ്ട്. ഏതാണ്? 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 12 ഉണ്ട്, 16 ഉണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? 12നെയും 16നെയും ഡിവൈഡ് ചെയ്യാൻ കഴിയും. 12, 16 ഈവൻ നമ്പർ ആണ്. എല്ലാ ഈവൻ നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 6:8 എന്നുള്ള രൂപത്തിലായി 120:160. ഇനി എന്താ ചെയ്യാ? 6:8നെ വീണ്ടും ചെറുതാക്കാൻ കഴിയും. 6ഉം 8ഉം ഈവൻ നമ്പേഴ്സ് ആണ്. 6നെയും 8നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവിടെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 8നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അപ്പൊ 6നെയും 8നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ, റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യയാണ് 2 അല്ലേ? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. റേഷ്യോ എന്തായി? 3:4 എന്നുള്ള രൂപത്തിലായി. ഇതിനെ വീണ്ടും ചെറുതാക്കാൻ കഴിയോ? 3നെയും 4നെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? ഇല്ല. 3, 4, 8 ചെറിയ രൂപമാണ്. അപ്പോൾ 120:160 നമ്മൾ ചെറുതാക്കി 3:4 എന്നുള്ള രൂപത്തിലാക്കി. ഇതാണ് ആ ക്ലാസ്സിലുള്ള ബോയ്സിന്റെയും ഗേൾസിന്റെയും ഇടയിലുള്ള റേഷ്യോ. സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടി. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഈ രൂപത്തിലല്ല എക്സാമിന് ചോദ്യം വരിക. എക്സാമിന് ഏത് രൂപത്തിൽ ചോദ്യം വരുമോ ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടി കഴിയുള്ളൂ അല്ലേ? അപ്പൊ ആ രൂപത്തിലേക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മാഷ് ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ലൈവിലോട്ട് എത്തുന്നത്. ഇതുപോലെ സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇനി ഈ കാര്യം നിങ്ങൾ ഫ്രണ്ട്സിനെ അറിയിക്കുക. നിങ്ങൾ എല്ലാവരുടെയും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കൃത്യം നമ്മുടെ സൈലത്തിന്റെ ഈ ചാനലിലോട്ട് എത്തുക. നമുക്ക് എന്തായാലും ലൈവില് കാണാം. ബൈ ബൈ.